ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ബിരിയാണി, അപ്പോൾ അത് ഞാൻ സ്പെഷ്യൽ പേസ്റ്റ് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപാര ടേസ്റ്റ് തന്നെ. വാവ്, ഇത്ര നാൾ ഞാൻ കഴിച്ച ചെമ്മീൻ ബിരിയാണിയിൽ വെച്ച് ഈ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളക്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വായിലിപ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഞാൻ വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ വെളുത്തുള്ളിൻ്റെ ഉണ്ടില്ല, അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു പിടി മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-7 തണ്ട് ഞാൻ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. 7 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 30-35 കുരുമുളകാണ് ഇട്ടുകൊടുക്കുന്നുള്ളത്. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ മസാല പേസ്റ്റ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നല്ല രീതിക്ക് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് നല്ല നൈസായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് ചെമ്മീൻ. അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അങ്ങനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പേസ്റ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവും കൂടിയുണ്ട് ആ പേസ്റ്റിന്. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണ് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രമാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നില്ല. മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീൻ്റെ തലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചെമ്മീൻ്റെ തലയാണെങ്കിലും ചെമ്മീനാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെമ്മീൻ്റെ തലയെല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി വെക്കുന്നുള്ളത്. അങ്ങനെ നല്ല രീതിക്ക് ഒരു 5 മിനിറ്റ് കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് 15 മിനിറ്റ് 20 മിനിറ്റ് നല്ല രീതിക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഞാൻ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ആദ്യം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നല്ല രീതിക്ക് തന്നെ ഇറങ്ങി വരും. അപ്പോൾ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിക്ക് കുറുക്കി കിട്ടും. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല രീതിക്ക് വറ്റിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മസാലയൊക്കെ ചെമ്മീനിൽ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. നമുക്കിതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ, നിങ്ങൾ ഏതാണ് ഓയിൽ എടുക്കുന്നത് അത് ഒഴിച്ചിട്ട് സവാള ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാള വറുത്തെടുക്കാം. അപ്പം ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ ചട്ടിക്ക് തന്നെയാണ് ഓയിൽ ഒഴിച്ചിട്ട് ഇതാക്കിയെടുത്തത്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തീ കത്തിയതുകൊണ്ട് ചട്ടി ഒന്ന് ഞാൻ കഴുകിയതിന് ശേഷമാണ് വീണ്ടും വറുത്തെടുക്കുന്നുള്ളത്. അങ്ങനെ സവാള വറുത്തെടുത്ത് അവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ കുറച്ചധികം ഇട്ടെടുക്കും. എനിക്ക് കറിവേപ്പില കൂടുതൽ ഇട്ടെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കറിവേപ്പിലും കൂടി വറുത്തെടുത്തതിന് ശേഷം ക്യാഷ് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നെയ്ച്ചോറിൻ്റെ മുകളിൽ വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ആദ്യം വറുത്തെടുക്കുന്നുള്ളത്. ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഫ്ലെയിം ചെറുതാക്കിയിട്ട്, അടുപ്പത്തായതുകൊണ്ട് ചെറിയ തീയാക്കിയിട്ടാണ് മുന്തിരി വറുത്തെടുക്കുന്നുള്ളത്. പെട്ടെന്ന് തന്നെ വീർത്ത് കരിഞ്ഞു പോകും മുന്തിരി. അപ്പോൾ ഞാൻ മുന്തിരിയും കൂടി വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ചട്ടിക്ക് തന്നെ ഞാൻ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കുറേ പേസ്റ്റില്ലേ, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, അതൊക്കെ ഉണ്ടാക്കി വെച്ചൊരു പേസ്റ്റില്ല, അതിന് വീണ്ടും 2 ടേബിൾ സ്പൂണ് വീതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല രീതിക്കൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം 5 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാൻ നേരെ കനത്തിലരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത്
നല്ല രീതിക്ക് സോഫ്റ്റ് ആക്കിയിട്ടെടുക്കാം. സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഒന്ന് അറിഞ്ഞും കൊണ്ടിട്ടും വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ സവാള നല്ല രീതിക്ക് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളി 3 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ തക്കാളി ബിരിയാണി വെക്കുമ്പോൾ തക്കാളി എപ്പോഴും വെന്തൊടയണം, എന്നാലേ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടി നല്ല രീതിക്ക് സോഫ്റ്റ് ആക്കിയിട്ടെടുക്കാം. തക്കാളിയും സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടെടുക്കാം, അതിന് അളവൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 തണ്ടാണ് എടുത്തിട്ടുള്ളത്. തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ പേസ്റ്റ് വെച്ച് തന്നെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലയും ഞാൻ വലിയ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ചിക്കൻ മസാലയാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ബീഫ് മസാല ഉണ്ടെങ്കിൽ ബീഫ് മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഉള്ളത് കൊണ്ട് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ചിക്കൻ മസാലയും ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നല്ല രീതിക്ക് കൈവിടാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുപ്പത്തായത് കൊണ്ട് പെട്ടെന്ന് അടിക്കലിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് അതിലേക്ക് മുളക് പൊടിയും കൂടി എരിവിനാവശ്യമായ മുളക് പൊടിയും ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അതും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇനി ചെമ്മീൻ ചേർക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് കുഴഞ്ഞ രീതിക്ക് തന്നെ മസാല കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീനും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഗീ റൈസ് ഉണ്ടാക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല. സാധാ രീതിക്ക് തന്നെയാണ് ഗീ റൈസിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കുക്കർ വെച്ചിട്ടാണ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്പെഷ്യൽ പേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഞാനിതിന് മെയിനായിട്ട് നിങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളും ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെ ബിരിയാണി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടിപൊളി ടേസ്റ്റാണ്, അപാരം ടേസ്റ്റാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ചെമ്മീനും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വായിന്ന് എന്തൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം സെറ്റായി. ഇന്ന് 2 മിനിറ്റ് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മസാലയ്ക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതുവരെ എൻ്റെ വീഡിയോസ് ആഡ്സും സ്കിപ്പ് ചെയ്യാതെ കണ്ടു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചെമ്മീൻ മസാലേൻ്റെ ഒന്ന് ഞാൻ പാത്രം മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗീ റൈസും കൂടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനൊന്ന് ദമ്മിട്ട് കൊടുത്താൽ ബിരിയാണി ഇവിടെ സെറ്റായി. എല്ലാവരും ഈ രീതിക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക. കുട്ടികൾ എന്തായാലും പ്ലേറ്റ് കാലിയാക്കി തരും. അവർക്ക് ലഞ്ച് ബോക്സിന് കൊടുക്കാനും പറ്റിയൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയും കൂടിയാണ്. മസ്റ്റായിട്ട് വിരുന്നുകാരൊക്കെ വന്നാൽ അവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അങ്ങനെ ദമ്മ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഒരു വലിയൊരു അപ്പച്ചമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്കി വെച്ച മസാലയുടെ ഹാഫ് പോർഷനാണ് അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച്
നേരത്തെ നമ്മൾ വറുത്ത് വെച്ച മുന്തിരി, സവാള, കറിവേപ്പില, കാഷ്യൂ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ബാക്കി വെച്ച മസാലയും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് റൈസാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കി വെച്ച സവാളയും കറിവേപ്പിലയും കാഷ്യൂ, മുന്തിരി എല്ലാം വറുത്ത് വെച്ച് അതുകൊണ്ട് ദം അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. 5 മിനിറ്റ് നമുക്കൊന്ന് 5 or 10 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. മുകളിലൊരു നല്ല ഹൈറ്റുള്ളൊരു സംഭവം വെച്ച് കൊടുത്താൽ ദം ഇവിടെ സെറ്റായി. 10 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് എന്തായാലും വെക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ചെമ്മീൻ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.